ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP മത്സരിക്കുന്ന ഞങ്ങളൊരു മുന്നണിയാണ്, NDA മുന്നണിയാണ്. BJP മത്സരിക്കുന്ന അസംബ്ലികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റു മുന്നണി ഘടകകക്ഷികൾ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് അതാത് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. അതും കൂടെ നടത്തിയതിന് ശേഷം BJPയുടെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ ചോദിക്കാനുണ്ടോ? സ്ഥാനാർത്ഥികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. NDA കേരളത്തിൽ മത്സരിക്കുന്നത് അധികാരം പിടിക്കാനാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ 70 വർഷത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു നിയമസഭ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. BJP സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായിട്ട് മാറും, അധികാര ശക്തിയായിട്ട് മാറും. അതാണ് ഇന്ന് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സ്ഥിതി. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളം ഭരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓരോ അസംബ്ലിയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഇന്നലകൾ വരെ ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയമായിരിക്കണമെന്നില്ല. നാളെ മുതൽ ആ അസംബ്ലികളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയമെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി പട്ടികയാണ് കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് മുമ്പിൽ അവതരിപ്പിക്കുക. ഓക്കെ. ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും. എൻ്റെ മനസ്സിലുള്ളത് നിയമമാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മണ്ഡലം ഉണ്ടാവും, സുരേഷ്ജിയുടെ മനസ്സിൽ ഒരു മണ്ഡലം ഉണ്ടാവും. ഞാൻ ആ പത്രസമ്മേളനം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ആളാണ്. അദ്ദേഹം സീറ്റ് തീരുമാനിക്കുകയോ പ്രഖ്യാപിക്കുകയൊന്നും ചെയ്തില്ല. അല്ല, അദ്ദേഹം അത് തിരുത്തിയില്ലോ. അത് കൃത്യമായിട്ട് പറഞ്ഞില്ല. പാർട്ടിയാണ് തീരുമാനം എടുക്കുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞു. സുരേഷ് ജില്ലായിരുന്നു. പാർട്ടിക്ക് ഇതിനെ സംബന്ധിച്ച് അല്പം പോലും കൺഫ്യൂഷൻ ഇല്ല. പാർട്ടിയുടെ യഥാർത്ഥ ജനാധിപത്യ സംവിധാനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 140 അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടിയുടെ അവിടുത്തെ നേതൃനിരയുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലിസ്റ്റ്, ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റ് കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് അയക്കും. പാർട്ടിയുടെ കേന്ദ്ര ഇലക്ഷൻ ചുമതലയുള്ള ശ്രീ വിനോദ് താവ്ഡെയുടെ നേതൃത്വത്തിലാണ് ആ ചർച്ചകൾ നടന്നത്. അതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. ആ കീഴ്വഴക്കം അതേപടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമുള്ള ഒരു ജനാധിപത്യ കീഴ്വഴക്കമാണ് BJP അവലംബിക്കുന്നത്. ആ കീഴ്വഴക്കമാണ് കേരളത്തിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.